പണ്ടൊരു ഷെയ്ഖ് ചപ്പടി ഇത് ഒപ്പിച്ചത് ആ ഷെയ്ഖ് തന്നെ നമ്മളോട് നേരെ പറഞ്ഞതാ, ബിലാ വാസിതത്തിൻ. അയാള് ഷെയ്ഖുഹത്ത് ചമഞ്ഞു പോയി. അങ്ങനെ ഷെയ്ഖായി അവിടെ ചെന്നു. നാട്ടിലെ ആളുകളെല്ലാം കൂടി ഇയാളെത്ത് കൂടി. അങ്ങനെയുള്ള ഒരു വികൃതമായ കോലെല്ലാം കൂടി കുറെ കോട്ടും കീട്ടും എല്ലാം കൂടി ഇട്ടിട്ട് കുറെ 25 മൂതിരും ഇങ്ങനെ എല്ലാവർക്കും തിരിയാത്ത വർത്താനം പറയാ. തിരിവർത്താനം പറഞ്ഞ ഷെയ്ഖാവില്ല. ഇങ്ങനെ തിരിയാത്ത വർത്താനം പറയാ. ഇങ്ങനെല്ലാം കൂടി ജഗ പുകയാക്കണം. അപ്പോഴേ എന്താവുള്ളൂ, ഷെയ്ഖാവുള്ളൂ. ഇങ്ങനെ ഇയാള് പറയാ, ഞാനിങ്ങനെ ഷെയ്ഖും കെട്ടി ചെന്നു നോക്കുമ്പോ ഞാൻ കുടുങ്ങിയതെ കണ്ടു ഉസ്താദേ. ഇയാൾ പറയാ, എന്തേ കുടുങ്ങിയത്? കുടുങ്ങിയത് വേറൊന്നല്ല, അവിടെ ഒരു ആഭരണം കളവുപോയി. ആഭരണം കളവുപോയപ്പോ ഈ ആഭരണം കിട്ടാനൊരു മാർഗം വേണ്ടേ? അവരെല്ലാം കൂടി തങ്ങൾ പാപ്പാന്റെ അടുത്ത് പോകാറുണ്ട്. ഇയാൾ തങ്ങളുമല്ല, തങ്ങൾ പാപ്പാന്റെ അടുത്ത് പോകാറുണ്ട്. തങ്ങളോട് എന്ന് പറഞ്ഞപ്പോ തങ്ങളെ വല്ലതും പഠിച്ചിക്കണ എന്നാ വല്ല തെൽസമാത്തുണ്ടെങ്കിൽ അതങ്ങനെ എന്തെങ്കിലും പഠിച്ചുകാണ്ട് അതിന്റെ എന്തെങ്കിലും ചെയ്തു കൊടുത്തായിരുന്നു. പലപ്പെട്ടാലും പെട്ടിനെയും ചെയ്തു കൊടുത്തുമായിരുന്നു. അതിന് എന്താ ചെയ്യേണ്ട അതും ഇയാൾക്കറിയില്ല. അപ്പൊ ഇയാൾ ഹിക്കമത്തേരന അയാൾ പണിയൊപ്പിച്ചു. എന്താ ഒപ്പിച്ചത്? അയാള് പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുള്ള ആൾക്കാരൊക്കെ കൂട്ടി ഈ ആഭരണം എടുക്കാൻ ആരൊക്കെ സാധ്യത ഉണ്ട് അവരൊക്കെ നിങ്ങൾ കൂട്ടാ, ഞാനോട് വരാറ്. അങ്ങനെ ഇയാൾ ചെന്നു. ഇയാൾ ചെന്നപ്പോ പച്ചപ്പകലൊരു ചൂട്ട് കഴിച്ചായിരുന്ന ചൂട്ട് ഓലക്കൂട് കൊണ്ട് ഉണ്ടാക്കിയ ചൂട്ട്. മാമായന ചൂട്ട് റൂഫല്ലേ, ആ ചൂട്ടായിട്ടിരുന്നു. ചെന്നിട്ട് ഈ ചൂട്ട് ഇയാൾ അവിടെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞാനിതിന് തീ കൊടുക്കാൻ പോവാ. തീ കൊടുക്കണതിന് മുമ്പ് തന്നെ കട്ടൂരുണ്ടെങ്കിൽ പറഞ്ഞോളി. ഞാനിതിന് തീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോ ചലിക്കാൻ തുടങ്ങും. ഈ ചൂട്ടിങ്ങനെ തന്നെ ചലിക്കും. അപ്പൊ ഉറപ്പായി കള്ള ഈ കൂട്ടത്തിലുണ്ട്. ചലനം തുടങ്ങിയ ഉറപ്പാവും കള്ള ഈ കൂട്ടത്തിലുണ്ട്. പിന്നെ അത് ചാടാൻ തുടങ്ങും. അപ്പോഴേക്കിന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചാലും ശരിയാവൂല. അതിന്റെ മുമ്പ് പറഞ്ഞോളണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടും പിന്നെ കാര്യമില്ല. ഞാൻ പിടിച്ചാലും നിൽക്കണോ സ്റ്റേജിൽ നിന്ന് വിട്ടുപോയി, സ്റ്റേഷൻ വിട്ടുപോയി. അപ്പൊ ആരും ഉണ്ടില്ല. അപ്പൊ ഇയാള് എന്താ ഞാൻ തീ കൊടുക്കാൻ പോവാ. അയാള് തീ കൊടുത്തു. ചൂട്ടിന് നനക്കൂല, ചൂടിന്റെ തലങ്ങനെ കത്തല്ലേ. അപ്പൊ ഇയാള് മറ്റേ തലക്കും തീ കൊടുത്തു. 2 തലക്കും തീ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ ചൂട്ട് തുടങ്ങി ഇളക്കം തുടങ്ങിയെന്നല്ല, കുറച്ച് കഴിഞ്ഞപ്പോ ചാടാൻ തുടങ്ങിയപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങൾ പാപ്പ അതിന്റെ അടുത്ത് പറ്റിപ്പോയതാണ്, എനിക്ക് നിങ്ങൾ മാപ്പ് വരണമെന്ന് പറഞ്ഞു. എന്നാ അത് ആദ്യം തന്നെ പറഞ്ഞുകൂടെയെന്നാ എന്ന് പറഞ്ഞ മൂപ്പര് ചൂട്ടൊക്കെ കെടുത്തി. മനസ്സിലാ? അപ്പൊ വിഷയം എന്ത് ചെയ്യുന്നു, ഇയാൾ ഈ ചൂട്ടിന്റെ ഉള്ളിൽ നല്ലൊരു പോക്കാന്താവളം വെച്ച് കെട്ടിയാ. നല്ലൊരു പോക്കാന്താവളത്തിന്റെ ഉള്ളിൽ വെച്ച് കെട്ടിയിട്ട് തീയാണ്ട് കൊടുത്തപ്പോ ഈ ചൂടാണ് എന്നപ്പോ ഇത് ചാടാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ എത്ര ചപ്പടി വിദ്യകൾ ഒപ്പിക്കും. ഇങ്ങനെ വിദ്യ ഒപ്പിക്കണാണ് ഇതൊക്കെ. അപ്പൊ ചിലപ്പോ അത് ഉസ്താദിനും വന്നു ചോദിച്ചാൽ അത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഈ ചൂട്ട് എങ്ങനെ ചലിച്ചെന്ന് ചോദിച്ചാൽ ഇത് ഇയാൾ എനിക്ക് പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാൻ കിട്ടിയെന്നല്ലാണ്ട് അല്ലെങ്കിൽ ഞാനും കുടുങ്ങൂല. ഇത് ഞാൻ കുടുങ്ങൂല, ഞാൻ മനസ്സിലായിക്കണേ തന്നെ.